നമസ്കാരം. മെയ് 12 ശേഷം കുബേര തുല്യമായി ജീവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകർ. ഈ 9 നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും വന്നു ചേരാൻ പോകുന്നു. ഇവരെ കണ്ട് ശത്രുക്കൾ പോലും അമ്പരക്കുന്ന സമയം. ഇവർക്ക് സമയം മാറുകയാണ്. ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ആഘോഷിക്കാൻ കഴിയുന്ന 9 നക്ഷത്രജാതകർ. ശത്രുക്കൾ വരെ ഞെട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഇനി ഇവർക്കുണ്ടാകും. ജ്യോതിഷപ്രകാരം എല്ലാ നക്ഷത്രജാതകർക്കും ഓരോ നല്ല സമയങ്ങളുണ്ട്. ഓരോ ഗ്രഹങ്ങളും രാശി മാറുമ്പോൾ നക്ഷത്രങ്ങളിലും അത് പ്രതിഫലിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ നക്ഷത്രജാതകരുടെ നല്ല സമയം തുറക്കപ്പെടുന്നു എന്നത് തന്നെയാണ്. ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തിച്ചേരാൻ പോവുകയാണ്. ഇവർ ചെയ്യാത്ത വഴിപാടുകളില്ല, പോകാത്ത ക്ഷേത്രങ്ങളില്ല, കാണാത്ത ജ്യോതിഷന്മാരില്ല. പലതും ചെയ്തു, പലയിടത്തും പോയി, എന്നിട്ടും ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടോ ഒരു ഉയർച്ച വന്നു ചേർന്നില്ല. ഇവിടെ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയൊരു നേട്ടമാണ്. ഈ ഒരു കാലയളവിൽ ഇവർക്ക് വലിയൊരു ഗുണം വന്നു ചേരാൻ പോവുകയാണ്. ഇനി തോൽവിയില്ല. ഈ 9 നക്ഷത്രജാതകരുടെ ഭാഗ്യത്തിൻ്റെ സമയത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ കടന്നിരിക്കുന്നത്. ആ നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ, ഇവർക്ക് സംഭവിക്കുന്ന സാമ്പത്തികമായ ഉണർവ്, ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ശത്രുക്കളുടെ പതനം, ഇതൊക്കെ ഇവർ കാണും. ഇനി ഇവരുടെ സമയമാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തരും. പലർക്കും നല്ല റിസൾട്ടുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ജീവിതം മാറും. നിങ്ങൾക്ക് കുബേര തുല്യമായി ജീവിക്കുവാനുള്ള യോഗം മെയ് 12 ശേഷം വന്നു ചേരും. ശത്രുക്കൾ പോലും ഞെട്ടുന്ന രീതിയിലുള്ള ഒരു വലിയ ഉയർച്ചയായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. തീർച്ചയായും അതീവ ഭാഗ്യത്തിലേക്ക് കടക്കും. നമുക്കറിയാം, ശനിയുടെ മാറ്റമായിരുന്നു. അത് പല നക്ഷത്രജാതകർക്കും പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് നൽകിയത്. വിഷുവൊക്കെ കഴിഞ്ഞു. വിഷുവിൻ്റെ ഫലവും ഈ നക്ഷത്രജാതകരെ ഏറ്റവും അധികം ഗുണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും വിഷുവിൻ്റെയും അനുകൂലത ഇവരിൽ വന്നു ചേരാൻ പോകുന്നു. ഈ 9 നക്ഷത്രജാതകർക്ക് ഇനി അവസരങ്ങളായിരിക്കും. വലിയ ദുഃഖങ്ങൾ എത്ര വലുതുണ്ടായാലും അതൊക്കെ മാറി ഈ നക്ഷത്രജാതകർ ഞെട്ടുന്ന രീതിയിൽ ഉയർച്ചയുടെ പാതയിൽ എത്തിച്ചേരാൻ പോകുകയാണ്. അതിൽ ആദ്യത്തെ 3 നക്ഷത്രജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ്. ഇവരെ സംബന്ധിച്ച് ശനി ജന്മരാശിയുടെ 11ാം ഭാവത്തിലാണ്. ജന്മരാശിയുടെ 2ാം ഭാവത്തിലും. ഇതുവരെ ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കും. സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയിലേക്ക് ഇവർ എത്തും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. ഒരു അടിപൊളി ജീവിതം ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്നു മേടൻ രാശിയിലെ അശ്വതിയും ഭരണിയും കാർത്തികയും. ക്ഷേത്രദർശനം വേണം. ഈ സമയത്ത് ക്ഷേത്രദർശനം അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണ്. ഏത് ക്ഷേത്രത്തിൽ പോകും? ആദ്യം നമ്മൾ പോകേണ്ടത് കുടുംബക്ഷേത്രത്തിലാണ്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോകുക. തായ് വഴിയുള്ള കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. രണ്ടാമത് പോകേണ്ടത് ദേവീക്ഷേത്രത്തിലാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ, ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. അത് നിങ്ങളെ ഐശ്വര്യത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെത്തും. കഴിഞ്ഞ കുറേ നാളുകളായി ദുഃഖമായിരുന്നു, ദുരിതമായിരുന്നു, സങ്കടമായിരുന്നു, സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. വിചാരിച്ച കാര്യങ്ങൾ ഒട്ടും നടക്കുന്നില്ല. പണം പല വഴിയിലൂടെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. എത്ര വിചാരിച്ചിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഒന്നിനു പിറകെ ഒന്നായി ഓരോ ദുരിതങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ അലയടിച്ചുകൊണ്ടേ ഇരിക്കുന്നു.
ഇനി തോൽക്കില്ല, ഇനി ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളെ സംബന്ധിച്ച് കുബേര തുല്യമായി ജീവിക്കുവാനുള്ള ഒരു യോഗം നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ സമയമാണ്, നിങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ സമയമാണ്, നിങ്ങളുടെ സമൃദ്ധിയുടെ സമയമാണ്. അടുത്ത നക്ഷത്ര ജാതകർ ധനുക്കൂറുകാരാണ്. ധനുക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്, ഉയർച്ചയുടെ സമയമാണ്, സങ്കടങ്ങളൊക്കെ മാറുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. ധനുക്കൂറിലെ മൂലത്തിനും പൂരാടത്തിനും ഉത്രാടത്തിനും ഇത് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ആഗ്രഹങ്ങൾ ഒക്കെ നടക്കുന്ന സമയം. നിങ്ങൾ രക്ഷപ്പെടും. ശനി ജന്മരാശിയുടെ 3-ാം ഭാവത്തിൽ, ശുക്രൻ ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ. ഇതുവരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും. ഇത്രയും കാലം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിനൊക്കെ ഇരട്ടിയായി ഫലങ്ങൾ, നല്ല ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. വലിയൊരു മാറ്റം വന്നു ചേരുകയാണ്, വലിയൊരു സമൃദ്ധി വന്നു ചേരാൻ പോവുകയാണ്, വലിയ ആശ്വാസകരമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. അടിപൊളി ജീവിതമായിരിക്കും. ഇനി റിച്ചാകും. വലിയ സമ്പന്നതയിൽ കഴിയുവാനുള്ള യോഗം ഇവരിൽ വന്നു ചേരും. ആഗ്രഹിച്ച എന്ത് കാര്യവും നേടിയെടുക്കും. വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമാകും. പിണങ്ങിപ്പോയവരൊക്കെ മടങ്ങി വരും. ശത്രുക്കൾ പോലും ഞെട്ടുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ടാകും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അവിടെ കറുകമാല അർപ്പിച്ച് പ്രാർത്ഥന നടത്തുക. ഏത്തമിടുക ഗണപതിക്ക് മുന്നിൽ. സകല അപരാധങ്ങളും പുറത്ത് എന്നോട് ക്ഷമിച്ച് എനിക്ക് അഭിവൃദ്ധി ഉണ്ടാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുമതി ഇവരുടെ ജീവിതം മെച്ചപ്പെടാൻ. ജീവിതം മെച്ചപ്പെടും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. ഉയർച്ചയാണ്, ഭാഗ്യമാണ് ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത്. അടുത്തത് ഉത്രാടം, തിരുവോണം, അവിട്ടം, മകരക്കൂറുകാർ. ഇവർക്ക് സൗഭാഗ്യമാണ്. വ്യാഴം ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. വാഹനലാഭം, പുത്രസൗഖ്യം, ധനലാഭം, സ്ത്രീ സുഖം, വസ്ത്രലാഭം, ഗൃഹലാഭം എന്ന് വേണ്ട ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ കാര്യത്തിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. അതുമതി. ജീവിതം മെച്ചപ്പെടും. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിക്കും. ഒരുപാട് സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും ഇവർ എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ഇനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്, സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. ഇനി ഞെട്ടിപ്പോകും നിങ്ങളുടെ ശത്രു പോലും. ശത്രുക്കളൊക്കെ മാറിയിരിക്കും. അവൻ എത്ര കേമനാണെങ്കിലും അവനെ ഒതുക്കും. അത്രയ്ക്ക് നല്ല ഗോചര ഫലമാണ് നിങ്ങൾക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. ശുക്രൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ബന്ധുസൗഖ്യം, ഐശ്വര്യം, ധനസമൃദ്ധി ഇതൊക്കെയാണ് ഫലം. മകരക്കൂറുകാർക്ക് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്, സമ്പൽ സമൃദ്ധിയാണ്. ഇനി നിങ്ങൾ എവിടെ പോയി, ഏത് ജ്യോത്സ്യൻ്റെ പോയി പറഞ്ഞാലും അദ്ദേഹം പറയും നിങ്ങൾക്കിനി നല്ല സമയമാണ് എന്ന്. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളിലേക്ക് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നു. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക. പാൽപ്പായസം നടത്തുക. ഇതുമതി നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരാൻ. ഈ 9 നക്ഷത്ര ജാതകരും ഭാഗ്യം ചെയ്തവരാണ്. ഇനി ഭാഗ്യം ചെയ്തവരാണ്. ഇവർ തോൽക്കില്ല. ഈ 9 നക്ഷത്ര ജാതകർക്കും ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗമുണ്ട്. 9 നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ്. കുബേര തുല്യമായി ജീവിക്കുവാനുള്ള യോഗം മെയ് 12 ശേഷം ഇവർക്ക് വന്നു ചേരും. ശത്രുക്കൾ ഇവരെ ഉറ്റുനോക്കും. ഇവരുടെ വളർച്ച കണ്ട് ഞെട്ടിപ്പോകും. ലാഭത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമയം. ജോലിയിലും ബിസിനസ്സിലും നേട്ടമുണ്ടാക്കുന്ന സമയം. ഓരോ ഗ്രഹങ്ങളും രാശി മാറുന്നു. ഓരോ ഗ്രഹങ്ങളും രാശി മാറുമ്പോൾ ജ്യോതിഷത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നു. ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ പറഞ്ഞ 9 നക്ഷത്ര ജാതകർക്ക് തന്നെയാണ്. കഷ്ടപ്പാടുകൾ മാറി ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന, ഏറ്റവും അധികം നേട്ടത്തിലേക്ക് പോകുന്ന 9 നക്ഷത്ര ജാതകർ ഇവർ തന്നെയാണ്. ഇവർക്കിനി സൗഭാഗ്യ സമ്പന്നതയാണ്. ഇവർക്കിനി ഐശ്വര്യമാണ്. ഇവർക്കിനി നേട്ടത്തിൻ്റെ നാളുകൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ ഇവർക്ക് വന്നു ചേരട്ടെ. ഇവരുടെ ജീവിതം വിജയിക്കട്ടെ.
ജീവിതത്തിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം, മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.